വളരെ ലളിതമായ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹത്തെ വറുതിയിലാക്കാം. അതുപോലെ തന്നെ പ്രീ ഡയബറ്റീസിനെ നമുക്ക് ക്യൂർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റീസ് വരാത്തവർക്ക് അതിനെ അകറ്റി നിർത്താനും സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തേത്, നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞുള്ള നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർച്ചയെ നിയന്ത്രിച്ചു നിർത്തുക. രണ്ടാമത്തേത്, നമ്മൾ വൈകിട്ടത്തെ ആഹാരം കഴിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റിയൊക്കെ അല്പം വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായി പ്രാവർത്തികമാക്കാൻ സാധിക്കും. ആദ്യമായിട്ട്, നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം കൂടുന്നു എന്ന് സൂചിപ്പിച്ചു. അതിനെ പോസ്റ്റ് മീൽ ഹൈപ്പർ ഗ്ലൈസെമിയ അല്ലെ പോസ്റ്റ് മീൽ സ്പൈക്ക് ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ് എന്നാണ് ഡോക്ടർമാർ വിശേഷിപ്പിക്കുന്നത്. ഈ പോസ്റ്റ് മീൽ സ്പൈക്ക് ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ് ആണ് പലപ്പോഴും പ്രമേഹ നിയന്ത്രണത്തിനൊരു വിഘാതമായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞുള്ള നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർച്ചയെ നമുക്ക് തടയാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താം. അതുപോലെ തന്നെ പ്രീ ഡയബറ്റീസിനെ മാറ്റിയെടുക്കാം. പ്രമേഹം ഇല്ലാത്തവർക്ക് അത് വരാതിരിക്കുവാനും കഴിയും. നമ്മൾ സാധാരണ ആഹാരം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകം കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനകത്തുണ്ട്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ആഹാരത്തിലുണ്ട്, 4 മണിക്ക് കഴിക്കുന്ന ആഹാരത്തിലുണ്ട്, വൈകിട്ട് കഴിക്കുന്ന ആഹാരത്തിലും എല്ലാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ വയറ്റിനകത്ത് ചെന്ന് കഴിയുമ്പോൾ, അതിനെ ദഹിപ്പിച്ച് കഴിയുമ്പോൾ അത് ഗ്ലൂക്കോസ് ആയിട്ടാണ് നമ്മുടെ ശരീരം അതിനെ സ്വീകരിക്കുന്നത്. അതായത് അത് രക്തത്തിലെ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. അത് ഹീമോഗ്ലോബിനിൽ പറ്റിപ്പിടിച്ച് ഓരോ കോശങ്ങളുടെയും അടുത്ത് ചെന്ന്, കോശങ്ങൾക്കുള്ളിലേക്ക് കടന്നു ചെന്ന് കോശങ്ങൾ അതിനെ എനർജിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഈ പോസ്റ്റ് മീൽ സ്പൈക്ക് ഇൻ ബ്ലഡ് ഷുഗർ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല പ്രതിഭാസങ്ങളും നടക്കുന്നുണ്ട്. അത് ചിലവയൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്നവയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ബ്ലഡ് ഷുഗറിന്റെ ഉയർച്ച നമ്മുടെ ബീറ്റാ കോശങ്ങളെ, പാങ്ക്രിയാസിലുള്ള ബീറ്റാ കോശങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും കൂടുതൽ ഇൻസുലിൻ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടും വരുന്നു. അങ്ങനെയുള്ള ഇൻസുലിൻ രക്തത്തിലേക്ക് കലരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുമ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂടുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക്, 4 മണിക്ക്, വൈകിട്ട് ഒക്കെ നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നു. ഈ രക്തത്തിന്റെ ഇൻസുലിൻ്റെ അളവ് അങ്ങനെ കൂടിക്കഴിയുമ്പോൾ അത് മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകും. നമ്മുടെ ശരീരത്തിലെ ഏത് ഹോർമോൺ ആണേലും ഏത് കെമിക്കൽ ആണേലും അത് സാധാരണ നിലവാരത്തിൽ തന്നെ എപ്പോഴും നിൽക്കുന്നതാണ് നല്ലത്. അത് കുറയുന്നതോ കൂടുന്നതോ നമുക്ക് അപകടകരമാണ്. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെ ഇൻസുലിനീമിയ എന്നാണ് ഡോക്ടർമാർ വിശേഷിപ്പിക്കുന്നത്. 2 പ്രതിഭാസങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അതായത് അത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകും. അതായത് കൂടുതൽ ഇൻസുലിൻ രക്തത്തിൽ കൂടി ഓരോ കോശങ്ങളുടെയും അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കാതെ വരുന്നു. അതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെയും പ്രീ ഡയബറ്റീസ് ഉണ്ടാകുന്നതിൻ്റെയും ഒക്കെ ഏറ്റവും തുടക്കം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ നിന്നാണ്. മറ്റൊന്ന്, നമുക്ക് ഇൻസുലിൻ ഈസ് എ ഫാറ്റ് സ്റ്റോറേജ് ഹോർമോൺ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഒബിസിറ്റി ഹോർമോൺ എന്നാണ് ഡോക്ടർമാർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പ് സ്റ്റോർ ചെയ്യുന്നു. അത് നമ്മുടെ ത്വക്കിനടിയിലാകാം, ചിലപ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങളിലാകാം. അങ്ങനെ ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ വിസറൽ ഫാറ്റ് എന്നാണ് പറയുന്നത്. ഈ വിസറൽ ഫാറ്റ് ആണ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും തുടക്കം ഈ വിസറൽ ഫാറ്റിൽ നിന്നാണ്. അപ്പോൾ പോസ്റ്റ് മീൽ സ്പൈക്ക് ഇൻ ബ്ലഡ് ഷുഗർ നമുക്ക് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഹൈപ്പർ ഗ്ലൈസീമിയ കുറയ്ക്കാൻ പറ്റും. ഹൈപ്പർ ഗ്ലൈസീമിയ കുറയുമ്പോൾ നമുക്ക് ഹൈപ്പർ ഇൻസുലിനീമിയ കുറയ്ക്കാൻ പറ്റും. അതായത് രക്തത്തിൽ കൂടി ഒഴുകുന്ന ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ അമിതവണ്ണത്തെ തടഞ്ഞു നിർത്താൻ പറ്റും, അല്ലെങ്കിൽ സപ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് ബീറ്റാ കോശങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കൂടെ നമ്മൾ ബീറ്റാ കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ബീറ്റാ കോശങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കാൻ അത് കാരണമാകുന്നുണ്ട്. അതായത് ബീറ്റാ കോശങ്ങൾ പതുക്കെ നശിക്കാൻ തുടങ്ങും. ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് ഡോക്ടർമാർ ആദ്യമായിട്ട് വിലയിരുത്തുന്ന ആ സന്ദർഭത്തിൽ തന്നെ അയാളുടെ പാങ്ക്രിയാസിലെ 50% ബീറ്റാ കോശങ്ങളും ഇതുപോലെ നശിച്ചു പോയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ പോസ്റ്റ് മീൽ വാക്കിംഗ് ചെയ്യണം. അതായത് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം, അതായത് ഉടനെ തന്നെയോ അല്ലെ ഒരു 5-10 മിനിറ്റിനോ അല്ലെ അരമണിക്കൂറിനുള്ളിലോ നമ്മൾ നടക്കുകയാണെങ്കിൽ
അപ്പോൾ കൂടുതൽ ഗ്ലൂക്കോസ് കാലിലെ പേശികൾ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഗ്ലൂക്കോസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൂടുതൽ കാലറിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ ആ വണ്ണം കുറയുന്നു, അല്ലെ വണ്ണം ഇല്ലാത്തവർക്ക് വണ്ണം കൂടാതിരിക്കുവാനും ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അല്പം നടക്കുന്നതിനെ പോസ്റ്റ് മീൽ വാക്കിംഗ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. ഈ പോസ്റ്റ് മീൽ വാക്കിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷെ പലർക്കും അത് അറിഞ്ഞുകൂടാ. നമ്മൾ എപ്പം ആഹാരം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉടനെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യരുത്. അല്പം നടക്കുക, അല്ല വലിയ സ്പീഡിലോ അല്ല വേഗതയിലുള്ള നടപ്പോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. വളരെ മോഡറേറ്റ് സ്പീഡിൽ പതുക്കെ നമ്മൾ നടന്നാൽ മതി. ആസ് ഏർലി ആസ് പോസിബിൾ ആണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം നമ്മൾ സമയം കഴിയും തോറും നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർച്ച, അതായത് ആ ഹൈപ്പർ ഗ്ലൈസീമിയ കൂടുതലായിട്ടുണ്ടാകുന്നു. അപ്പോൾ അവിടെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നു. അപ്പോൾ ആ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുമ്പോൾ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ ഇൻസുലിൻ അതിൻ്റെതായ പ്രവൃത്തികൾക്ക് ആരംഭം കുറിക്കുന്നു. അപ്പോൾ നമുക്ക് ഫാറ്റ് സ്റ്റോറേജ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ തടയണമെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അല്പം നടക്കുക എന്നുള്ളതാണ്. പോസ്റ്റ് മീൽ വാക്കിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് തീർച്ചയായിട്ടും കാണുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒന്ന് നമ്മുടെ ആഹാരം കഴിക്കുന്ന സമയം. പലരും ആഹാരം കഴിക്കുന്നത് രാത്രി 9 മണി, 10 മണി, 11 മണിക്കൊക്കെയാണ്. അങ്ങനെ ആഹാരം കഴിക്കുന്നത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ കൂടുതലായിട്ട് ഉയർത്തുന്നതിന് കാരണമാകും. വീട്ടത്തെ ആഹാരം കഴിക്കേണ്ടത് 7 മണിക്ക് മുമ്പ് കഴിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇൻസുലിൻ ശരിക്ക് പ്രവർത്തിക്കാതെ വരുന്നവിടെ. അപ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർച്ച കൂടാൻ, അതായത് പോസ്റ്റ് മീൽ സ്പൈക്ക് ഇൻ ബ്ലഡ് ഷുഗർ വളരെ കൂടാൻ അത് കാരണമാകും. രണ്ടാമതായിട്ട് വൈകിട്ടത്തെ ആഹാരം നമ്മൾ തീരെ ലൈറ്റായിട്ടാണ് കഴിക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ മിക്ക ആളുകളും വൈകിട്ടത്തെ ആഹാരം വളരെ ഹെവി ആയിട്ടാണ് കഴിക്കുന്നത്. ഒരാളുടെ ഒരു ദിവസത്തെ ആഹാരം ക്രമം എടുക്കുവാണെങ്കിൽ അയാൾ ഏറ്റവും കൂടുതലായിട്ട് ഹെവി ആയിട്ട് കഴിക്കുന്നത് വൈകിട്ടത്തെ ആഹാരമാണ്. അത് പാടില്ല. വൈകിട്ടത്തെ ആഹാരം നമ്മൾ ലൈറ്റായിട്ടേ കഴിക്കാവുള്ളൂ. അത് 7 മണിക്ക് മുമ്പ് കഴിക്കണം. നമ്മൾ ലേറ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് മീൽ സ്പൈക്ക് ഇൻ ബ്ലഡ് ഷുഗർ വളരെ കൂടാൻ കാരണമാകും. അപ്പോൾ നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്തുവാനും അതുപോലെ തന്നെ പ്രീ ഡയബറ്റീസ് ഉള്ളവർക്ക് അതിനെ ഇല്ലാതാക്കുവാനും പ്രമേഹം വരാതിരിക്കുവാനും ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നുകൂടി ആവർത്തിക്കാം. അതായത് നമ്മൾ ആഹാരശേഷം, അത് ഏതാഹാരമായാലും ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് നമ്മൾ ചെറിയ ഒരു നടപ്പ് ചെയ്യുക. നമ്മുടെ പൂർവികര് ഇതിന്റെ പ്രാധാന്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം എന്ന് പറഞ്ഞത്. ഇന്ന് സയൻസ് അത് ശരിയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രമേഹത്തെ വറുതിയിലാക്കുവാനും അതുപോലെ തന്നെ പ്രീ ഡയബറ്റീസിനെ ഇല്ലാതാക്കുവാനും പ്രമേഹം വരാതിരിക്കുവാനും വളരെയധികം സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത് രണ്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഇതിന്റെ പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.